അദ്ദേഹത്തിൻ്റെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ കോളേജിൽ കയറി അല്ലെങ്കിൽ സ്കൂളിൽ കയറി അതിനെങ്ങനെ സ്വജനപക്ഷമാകുന്നത്? വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. സുകുമാരൻ നായർ 2 രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. NSS അല്ല, സുകുമാരൻ നായർ. സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് നായർ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ജോലിയില്ലാത്ത അലയുന്ന ഈ സംസ്ഥാനത്താണ് ഒരാൾ സബ് കമ്മിറ്റി ഇരുന്ന് സ്വന്തം നിയമനം പാസ്സാക്കുന്നത്. അതാണ് കേരളം. അവരുടെ ഭർത്താവ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ജോലി വാങ്ങിച്ചത്. അവരാണ് കോർപ്പറേറ്റ് മാനേജർ, NSS കോർപ്പറേറ്റ് മാനേജർ ഓഫ് NSS കോളേജസ്. 7 ലക്ഷം രൂപ ഈ ഓഡിറ്റിൽ കണ്ടുപിടിച്ച ഗോപാലകൃഷ്ണനിലേക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? ആ മനുഷ്യനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നേ മാറ്റി. താൻ ഇനി ഓഡിറ്റ് ചെയ്യേണ്ട. ഇയാൾ എസ്റ്റേറ്റിലെ എത്ര ഷീറ്റ് കിട്ടുന്നുണ്ട്, എത്ര ഒട്ടുപാലുണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു തിരുട്ട് ഫാമിലിയിൽ നിന്ന് ഒരുത്തനെ അങ്ങോട്ട് വിട്ടാൽ ഇതൊരു തിരുട്ട് ഫാമിലിയാണ്. ഇത് തട്ടിപ്പെന്ന് നമ്പർ 1 തട്ടിപ്പല്ല. ഇതെന്താ നടന്നത്? NSSൻ്റെ പ്രതിനിധിസഭാ മെമ്പർമാരായിട്ട് വരുന്ന 299 എണ്ണം, 300 പേരാണ് ആകെയുള്ളത്. സുകുമാരൻ നായർ ഒഴിച്ചു കഴിഞ്ഞാൽ 299 അടിമകളാണ്. അലിബാബായി 40 കള്ളന്മാരും എന്നാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞ മൂന്നാമത്തെ വിമർശനം സ്വജനപക്ഷപാതത്തെക്കുറിച്ചാണ്. അല്ല, എനിക്ക് അറിയാതെ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധു മെറിറ്റ് അടിസ്ഥാനത്തിൽ NSSൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ കയറിക്കൂടിയാൽ അതിനെ സ്വജനപക്ഷപാതം എന്ന് വിമർശിക്കാൻ പറ്റുമോ? അല്ല, എനിക്കറിയാതെ ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞ മൂന്നാമത്തെ ഒരു വിമർശനമാണ് സ്വജനപക്ഷപാതത്തിനെ കുറിച്ചിട്ട്. അപ്പം ഞാനത് അല്ല, താങ്കളുടെ ചോദ്യം വളരെ റിലവൻ്റായ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ കോളേജിൽ കയറി അല്ലെങ്കിൽ സ്കൂളിൽ കയറി അതിനെങ്ങനെ സ്വജനപക്ഷമാകുന്നത്? വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നത്. പക്ഷേ അതല്ലെങ്കിലോ, അതായത് അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സ്വജനപക്ഷപാതം തുടങ്ങുന്നതിന് നമുക്കൊരു ഒരു ഒരു അടിസ്ഥാനം വേണം. അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ സുജാത കോളേജിൽ അപേക്ഷിക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ തൊട്ട് തിരിമറിയാണ്. 1986 UGC നോംസ് അന്ന് തൊട്ടുള്ളതാണ്. കോളേജ് അധ്യാപക അല്ലെങ്കിൽ അധ്യാപിക തസ്തികയിലേക്ക് നിയമിക്കപ്പെടണമെങ്കിൽ 55% മാർക്ക് വേണം. പക്ഷേ ഈ കുട്ടിയെ, ഇദ്ദേഹത്തിൻ്റെ മകളെ നിയമിക്കേണ്ടതുകൊണ്ട് UGC ഈ നിയമങ്ങളെക്കുറിച്ച് പറയാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് പകരം യൂണിവേഴ്സിറ്റി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിക്കുകയാണ് ഈ നിയമനം നടത്താൻ. അങ്ങനെ നിയമിക്കാൻ പറ്റില്ല. UGCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിയമിക്കാൻ പറ്റുള്ളൂ. UGC ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. എന്തായാലും 50% മാത്രം മാർക്കുണ്ടായിരുന്ന സുകുമാരൻ നായരുടെ മകൾ സുജാത NSS കോളേജിൽ നിയമിതയാകുകയാണ്. നെന്മാറ കോളേജിലാണ് ആദ്യം നിയമിക്കപ്പെട്ടത്. അപ്പോൾ അത് അപ്രൂവലിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വാഭാവികമായിട്ട് അപ്രൂവൽ കൊടുക്കാൻ പറ്റില്ല. അത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നോംസ് അല്ലേ, അത് അപ്രൂവൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന് നിയമനത്തിന് അപ്രൂവൽ വേണമല്ലോ യൂണിവേഴ്സിറ്റിയുടെ, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അപ്രൂവൽ കൊടുക്കാൻ പറ്റില്ല എന്ന് ഒരു ഡിസിഷൻ യൂണിവേഴ്സിറ്റി എടുത്തപ്പോൾ ഇതിനെതിരെ സുജാത കേസ് കൊടുക്കുകയാണ്. സുജാത കേസ് കൊടുക്കുന്നത് NSSനെതിരായിട്ടാണ്. ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ NSSൻ്റെ ഗവൺമെൻറ്, NSS അതിനകത്ത് കക്ഷിയല്ല, ഗവൺമെൻറ് വക്കീലന്മാർ നിശബ്ദത പാലിച്ചു. നിലവിലുള്ള പല ഡോക്യുമെൻറ്റ്സും കോടതിയിൽ ഹാജരാക്കിയില്ല, അല്ലെങ്കിൽ നിയമനത്തിന് അപ്രൂവൽ കിട്ടില്ല. അതേസമയം യൂണിവേഴ്സിറ്റിയുടെ വക്കീലായിരുന്ന ഗോവിന്ദഭരതൻ വളരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഈ നിയമനത്തിന് അപ്രൂവൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ സർക്കാർ ഭാഗത്തു നിന്ന് ഒരു അലംഭാവം, ബോധപൂർവമായ നിശബ്ദത ഒക്കെ ഉണ്ടായി. ആ നിശബ്ദത ഉണ്ടാകുമ്പോഴാണ് ഈ സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് പോകുന്നത്. സുകുമാരൻ നായർ 2 രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. NSS അല്ല, സുകുമാരൻ നായർ. സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് നായർ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ സമദൂരത്തിലൂടെ യാത്ര ചെയ്യും. മോടെ മരുമോൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ അദ്ദേഹം ശരിദൂരത്തിലേക്ക് പോകും. അപ്പോൾ ഈ 300 അടിമകളും ശരിദൂരത്തിലേക്ക് പോകും. അപ്പോൾ തമ്പ്രാൻ പറഞ്ഞൊക്കെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകുള്ളൂ. അങ്ങനെ ഇദ്ദേഹം ഈ ശരിദൂരത്തിലേക്ക് മാറിയതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട അഭിഭാഷകർ നിശബ്ദത പാലിച്ചുകൊണ്ട് അവസാനം കേസ് സുകുമാരൻ നായരുടെ മകൾ സുജാതയ്ക്ക് അനുകൂലമായി വിധിച്ചു. അപ്പോൾ വിധി വന്നല്ലോ. വീണ്ടും പ്രിൻസിപ്പൽ നിയമനത്തിൻ്റെ കാര്യം വന്നു. പ്രിൻസിപ്പൽ നിയമനത്തിലും കൃത്യമായ നോംസുണ്ട്.
55% മാർക്ക് ഉണ്ടെങ്കിലേ പ്രിൻസിപ്പലായിട്ട് നിയമിക്കാൻ പറ്റൂ. 55% മാർക്ക് മാത്രം പോരാ, ഡോക്ടറേറ്റ് വേണം. അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷേ 55% മാർക്ക് വേണം എന്നുള്ള മാൻഡേറ്ററിയാണ്. അത് ബേസിക്കായിട്ട് വേണ്ടത്, അടിസ്ഥാനപരമായി വേണ്ട യോഗ്യതയാണ്. അങ്ങനെ കോളേജിലെ പ്രിൻസിപ്പൽമാരെ നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വന്നപ്പോഴും സുജാതയുടെ നിയമനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഒബ്ജക്ഷൻ വന്നു. പക്ഷേ ഒബ്ജക്ഷൻ വന്നപ്പോഴേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ഈ നിയമനം ഡിസ്കസ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കേണ്ടത് അതിനൊരു പ്രത്യേക ഒരു സബ് കമ്മിറ്റി ഉണ്ട്, ഒരു സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി ഉണ്ട്. ഈ സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയിലെ അംഗമാണ് ആര്? സുജാത. സുജാതയുടെ അപ്രൂവൽ അംഗീകരിക്കേണ്ട സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയിൽ സുജാത തന്നെ അംഗമാണ്. അങ്ങനെ സുജാത തന്നെ തീരുമാനിച്ചു സുജാതയുടെ നിയമനം കറക്റ്റാണ്. ആ കമ്മിറ്റി തീരുമാനിക്കണം, സുജാത ആ കമ്മിറ്റിയിൽ ഇരിക്കുകയല്ലേ. അങ്ങനെയാണ് ഈ പ്രിൻസിപ്പലായിട്ട് മാറിയത്. നിങ്ങൾ വിഷമിക്കേണ്ട, വെള്ളരിക്ക പട്ടണത്തിലല്ല ജീവിക്കുന്നത്, കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. PhD ഉള്ള, പോസ്റ്റ് ഡോക്ടറൽ ഡോക്ടറേറ്റുള്ള, പഠിച്ചപ്പോൾ തൊട്ട് ഫസ്റ്റ് റാങ്കും ഡിസ്റ്റിങ്ഷനും വാങ്ങിച്ച കുട്ടികൾ ജോലിയില്ലാത്ത അലയുന്ന ഈ സംസ്ഥാനത്താണ് ഒരാൾ സബ് കമ്മിറ്റി ഇരുന്ന് സ്വന്തം നിയമനം പാസ്സാക്കുന്നത്. അതാണ് കേരളം. നിങ്ങൾ കാണുന്ന പോലെ അല്ല. നമ്മൾ ഈ കാണിക്കുന്ന യാതൊരു മഹത്വവും ഈ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനില്ല. എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, സുജാതയുടെ നിയമനം സുജാത തന്നെ അംഗീകരിച്ച് സുജാത നിയമിക്കപ്പെട്ടു. അതിനപ്പം സ്വജനപക്ഷപാതം എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം സുജാതയുടെ നിയമനം സുജാത തന്നെ അംഗീകരിക്കില്ലായിരുന്നു, അല്ലാതെ സുകുമാരൻ നായർ അംഗീകരിക്കില്ലായിരുന്നല്ലോ. എന്തായാലും സുജാത നിയമനം കിട്ടിയത് സുകുമാരൻ നായരുടെ മകളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ 50% മാർക്കുള്ള ഒരാൾക്ക് നിയമനം കിട്ടില്ലല്ലോ. കോളേജിൽ പടിയെ കയറാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം, സുകുമാരൻ നായർക്ക് ഈ സുജാതയെ കൂടാതെ 3 മക്കളുണ്ട്, ആകെ 4 മക്കളാണ്. അതിലെ മൂത്ത മകന് NSS നടത്തുന്ന പത്മ കഫേ ആ പത്മ കഫേയുടെ മാനേജറാണ്, അതിന് ശമ്പളം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ NSSൻ്റെ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. NSS താലൂക്ക് യൂണിയനൊരു പ്രസിഡൻ്റുണ്ട്, കോയിക്കൽ ഹരികുമാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു നിരുദ്രവ ജീവിയാണ്. അതൊരു മിണ്ടാപ്പുറാണി, പാവം, അവിടെ ഇരിപ്പുണ്ടെന്ന് മാത്രം. പക്ഷേ ഡിഫാക്റ്റോ പ്രസിഡൻറ്റ് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. അപ്പം ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റും പത്മ കഫേയുടെ മാനേജറും നടത്തിപ്പുകാരനെന്നുള്ളതിൽ ശമ്പളം. അത് സ്വജനപക്ഷപാതമാണോ ഇല്ലയോ എന്ന് താങ്കൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇനി രണ്ടാമത്തെ മകന് NSSൻ്റെ സോഷ്യൽ മീഡിയ കൺവീനറാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം സൂപ്രണ്ടിൻ്റെ ശമ്പളമാണ്. NSS ഓഫീസിലെ ഒരു സൂപ്രണ്ടിൻ്റെ ശമ്പളമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകന് കിട്ടുന്ന ശമ്പളം. ആലോചന വേണം. ഇനി ഒരു മകള്, ആ മകള് ധനലക്ഷ്മി ബാങ്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ധനലക്ഷ്മി ബാങ്കിലാണ് NSSൻ്റെ അക്കൗണ്ട് ഉള്ളത്, ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് ഉള്ളത് ധനലക്ഷ്മി ബാങ്കിലാണ്. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിൽ സുകുമാരൻ നായരുടെ മകൾ എങ്ങനെ കയറി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല, വളരെ ക്ലിയർ അല്ലേ. പക്ഷേ അവർ ജോലി ചെയ്ത് വരുമ്പോഴാണ് ഒരു സംഭവം പുറത്താകുന്നത്. അവരുടെ ഭർത്താവ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ജോലി വാങ്ങിച്ചത്. എവിടെ? ധനലക്ഷ്മി ബാങ്കിൽ. അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിൽ, രണ്ടുപേരും ഭാര്യയും ഭർത്താവും ധനലക്ഷ്മി ബാങ്കിലാണ്. ഭർത്താവ് ഒരു വ്യാജ ബിരുദം വില കുറഞ്ഞ് കിട്ടി, നമ്മൾ ഡിഡക്ഷൻ കിട്ടത്തില്ലേ, അത് വാങ്ങിച്ച് ഡിഡക്ഷന് കിട്ടി, ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിഷ്കളങ്കനായ മനുഷ്യൻ. ആ പാവം അവിടെ നിയമനം കിട്ടി. അപ്പോൾ ഏതോ ദ്രോഹികൾ അത് എടുത്ത് പൊക്കി. എന്തായാലും ഈ കേസ് കൊടുത്തതും വന്നതിനൊന്നും ഞാനല്ലെന്ന് താങ്കൾക്ക് അറിയാമല്ലോ, എനിക്കറിയത്തില്ലല്ലോ ഇയാളുടെ വ്യാജ ബിരുദം വന്ന് കൊടുത്തതെന്ന്. ഇത് പിന്നീടാണല്ലോ പറഞ്ഞത്. അതായത് സുകുമാരൻ നായരുടെ ശത്രു ഞാൻ മാത്രമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങേരുടെ ശത്രു ഒന്നുമല്ല, NSS നേരെ നടക്കണമെന്നേ ഉള്ളൂ എനിക്കുള്ളൂ. അങ്ങേരുടെ ശത്രുക്കളായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എന്തായാലും വ്യാജ ബിരുദ കേസിൽ ഇതുവരെ ഒരു കേസുമില്ല. അങ്ങേരെ അവിടെ നിന്ന് അങ്ങേര് രാജിവെച്ച് പോയി, ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാജിവെച്ചു. ഇപ്പോൾ അവർ ഗൾഫിലെങ്ങാണ്ടാണെന്ന് പറയുന്നത്. ഇതാണ് അടുത്ത ഒരു മകളുടെ കാര്യം. ഇപ്പോൾ രണ്ടാമക്കളുടെയും ഒരു മകളുടെയും കാര്യമല്ല. സുജാത അനധികൃതമായി നിയമനം കിട്ടി വന്നു എന്നും പ്രിൻസിപ്പലായിട്ട് നിയമനം കിട്ടി വന്നു എന്നും മാത്രമല്ല, ഇപ്പോൾ അവർ എഡ്യൂക്കേഷണൽ കമ്മിറ്റി, NSSൻ്റെ കോളേജ് സെൻട്രൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. വലിയ പദവിയാണ്. അവരാണ് കോർപ്പറേറ്റ് മാനേജർ, NSS കോർപ്പറേറ്റ് മാനേജർ ഓഫ് NSS കോളേജസ്. NSS കോളേജിൻ്റെ എല്ലാ 10-22 കോളേജിൻ്റെ കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ സുജാതയ്ക്ക് NSSലെ കോളേജ് അധ്യാപകനുള്ള ബേസിക് യോഗ്യതയില്ല, അടിസ്ഥാന യോഗ്യതയില്ല. അവരാണ് തീരുമാനിക്കുന്നത് ആര് കോളേജിൽ പ്രിൻസിപ്പളായി കയറണം, ആരാണ് അധ്യാപകരായി കയറണം എന്നൊക്കെ. പറയൂ, ഇത് സ്വജനപക്ഷപാതമല്ലേ? ഇനി പറയാൻ കിടക്കുകയാണ്. ഇനി അടുത്തത്
അദ്ദേഹത്തിന് മൂത്ത ഒരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹത്തിന് പന്തളം ഷുഗർ മില്ലാണ് ജോലി. അയാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന് 3 മക്കളാണ്. 3 മക്കൾക്കും അവരുടെ മരുമക്കൾക്കും NSSലാണ് ജോലി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ 3 മക്കൾക്കും അവരുടെ മരുമക്കൾ NSSലാണ് ജോലി. എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന്? ഏതാണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ഉണ്ട്. അത് വായിക്കണമെങ്കിൽ പിന്നെ അത് എടുത്താൽ പിന്നെയും സമയം, ഏത് സ്കൂളിൽ എവിടെ എന്ത് വിദ്യാഭ്യാസം, അതൊക്കെ ഇതെല്ലാം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇനി രസം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മരുമകൻ, അതായത് മൂത്ത ജ്യേഷ്ഠൻ്റെ മകളുടെ ഭർത്താവ് മരുമകന് അദ്ദേഹം നിലമേൽ NSS കോളേജിലെ പിന്നെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫായിരുന്നു, മിനിസ്റ്റീരിയൽ സ്റ്റാഫായിരുന്നു. അവിടെ ഒന്നൊരു 7 ലക്ഷം രൂപ പണാപഹരണം നടത്തി. ഇത് അന്വേഷിച്ചത് NSS തന്നെ വിട്ട ഒരു ഓഡിറ്റ് വിഭാഗമാണ് ഇത് അന്വേഷണം നടത്തിയത്, കണ്ടെത്തിയത്. അത് കണ്ടെത്തിയ ഓഡിറ്ററുടെ പേര് ഗോപാലകൃഷ്ണ പിള്ള എന്നാണ്. NSS നിയമിച്ച NSSൻ്റെ ഉദ്യോഗസ്ഥൻ നിലമേൽ NSS കോളേജിൽ പോയി നടത്തിയ ഓഡിറ്റിൽ 7 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൻ അപഹരിച്ചതായിട്ട് കണ്ടു. ഞാൻ ഇവരുടെ ഒന്നും പേര് പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം അത് ശരിയല്ല. എനിക്ക് ആരെയും അതിനകത്തൊന്നും ആരെയും പിന്നെ ചെളിവാരി തേക്കണമെന്ന് അപമാനിക്കണമെന്നും ഒരു താല്പര്യമില്ല. സംഭവം പറഞ്ഞെന്ന് മാത്രം, സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 7 ലക്ഷം രൂപ ഈ ഓഡിറ്റിൽ കണ്ടുപിടിച്ച ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? ആ മനുഷ്യനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നേ മാറ്റി. താൻ ഇനി ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇയാൾ ഓഡിറ്റ് ചെയ്യുമ്പോഴേ ഇത് കണ്ടുപിടിക്കുന്നത്. വേറെ ഓഡിറ്റർമാർ അവിടെ ഉണ്ടല്ലോ. 7 ലക്ഷം രൂപ മോഷണം പോയില്ലെന്ന് പറയാൻ പറ്റുന്ന ഓഡിറ്റർ ഓടില്ലേ? അവനെ അങ്ങോട്ട് വിട്ടാൽ പോരെ. അങ്ങനെ അയാൾ ഏതോ ഒരു വിദൂര സ്ഥലത്ത് എസ്റ്റേറ്റിലെങ്ങാണ്ട് കൊതുകടി കൊണ്ട് കിടക്കാനായിട്ട് വിട്ടു. ആ പാവം പോയി. അപ്പോൾ ഇദ്ദേഹം രോഗബാധിതനാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഞാൻ എന്തായാലും ശരി, ഈ ഓഡിറ്റ് ചെയ്ത അപ്പം അത് അങ്ങനെ ആയല്ലോ. പാപം ചെയ്തില്ലേ? അതെ പിന്നെ ഏകദൈവ വിശ്വാസത്തെ ചോദ്യം ചെയ്ത NSSൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ഗോപാലകൃഷ്ണ പിള്ള. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏകദൈവത്തിൻ്റെ ശാപം കിട്ടി. അത് അദ്ദേഹം അങ്ങനെ പോയി. ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരി, NSSൻ്റെ സഹോദരിക്കും NSSലാണ് ജോലി. NSSൻ്റെ അല്ല, സുകുമാരൻ നായരുടെ സഹോദരിക്കും NSS എന്ന് പറയാനും തെറ്റില്ല. സുകുമാരൻ നായരുടെ NSS. അപ്പോൾ സുകുമാരൻ നായരുടെ സഹോദരിക്കും NSSലാണ് ജോലി. അവരുടെ 2 മക്കൾക്കും NSSലാണ് ജോലി. മക്കൾക്ക് മാത്രമല്ല, കൊച്ചുമക്കൾക്കും NSSലാണ് ജോലി. ഇനിയും വേറെയുണ്ട്. 43 ബന്ധുക്കൾ, സുകുമാരൻ നായരുടെ ബന്ധുക്കൾ NSSന് ജോലിയുണ്ട്, മക്കളും കൊച്ചുമക്കളുമായിട്ട്. അത് ലിസ്റ്റ് വായിക്കണമെങ്കിൽ പിന്നെയും താമസമാണ്. ഇതൊക്കെ NSSയിൽ തന്ന കാര്യങ്ങളാണ്. കുടുംബം മുഴുവൻ NSSൽ തന്നെയാണ് ജോലിയും. എല്ലാവരും NSS തന്നെ ജോലി ചെയ്യുന്നത്. സ്വജനപക്ഷപാതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചെന്താണ്, എന്നോട് താങ്കൾ ചോദിച്ചത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ അത് സ്വജനപക്ഷപാതമായിട്ട് പറയാൻ ഒക്കും. ഇപ്പോൾ ഒരാൾ മന്ത്രിയായിട്ടിരിക്കുക, ഹോം മിനിസ്റ്ററായിട്ട് ഒരാളിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് PSCയിൽ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പിന്നെ സ്വജനപക്ഷപാതമാകുന്നു? ഇതങ്ങനെയാണോ? ചിന്തിച്ച് നോക്കൂ. അത് ഒരു സ്ഥാപനത്തെ മുഴുവൻ ബന്ധുക്കളെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പല ബന്ധുക്കളും എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നുണ്ട്. എസ്റ്റേറ്റിൽ മോഷണം നല്ല എളുപ്പമാണ്. എസ്റ്റേറ്റിൽ എത്ര ഷീറ്റ് കിട്ടുന്നുണ്ട്, എത്ര ഒട്ടുപാലുണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു തിരുട്ട് ഫാമിലിയിൽ നിന്ന് ഒരുത്തനെ അങ്ങോട്ട് വിട്ടാൽ ഇതൊരു തിരുട്ട് ഫാമിലിയാണ്. ഇത് തട്ടിപ്പെന്ന് നമ്പർ 1 തട്ടിപ്പല്ല. ഇതെന്താ നടന്നത്? വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, വ്യാജ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു തിരുട്ട് കുടുംബത്തിലെ അടുത്ത അംഗത്തെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആകാനാണ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഒരുത്തൻ, അന്തസ്സുള്ള ഒരുത്തൻ, കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തൻ, ഈ 300 എണ്ണത്തിൽ ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ ഇത് ചോദിക്കത്തില്ല ഇവരേത് അടിസ്ഥാനത്തിലാണ് ഈ സെൻട്രൽ കമ്മിറ്റിയിൽ കോർപ്പറേറ്റ് മാനേജറായിട്ട് വെച്ചത്. പോട്ടെ, 300 പേര് പോട്ടെ. ഈ കേരളത്തിൽ അങ്ങും ഇങ്ങുമായി കിടക്കുന്ന ഒരുപാട് നേതാക്കന്മാരില്ലേ, അതിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? പേടിയാണോ? അല്ല, അതാണ് അവിടെയാണ് തെറ്റിയത്. NSSലെ നേതാക്കന്മാർ, NSSൻ്റെ പ്രവർത്തകർ, അത് താങ്കൾ ധരിക്കുന്ന പോലല്ല. NSS നായർ സർവീസ് സമുദായം എന്ന് പറഞ്ഞാൽ വളരെ പ്രബുദ്ധമായൊരു സമുദായമാണ്. അല്ല, ചോദിക്കാൻ ആളില്ലാന്ന് തെറ്റിദ്ധരിക്കരുത്. ശക്തമായി ചോദിക്കാൻ ആളുണ്ട്. പക്ഷേ അത് ചോദിക്കുമ്പോൾ കൃത്യമായ നീതി ന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സംവിധാനം അതുപോലെ പോയെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് 50% മാർക്കുള്ള ഒരാൾക്ക് നിയമനം കിട്ടിയപ്പോൾ നിശബ്ദത പാലിച്ച സർക്കാരിനെ കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? അത് NSSലെ ആളില്ലാത്തതുകൊണ്ടാണ്. ഈ കേസ് തല്ലിയൂരിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അത് വരാം. NSSനകത്ത് നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് താങ്കൾ ചോദിച്ച വളരെ റിലവൻ്റായ ഒരു ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ആളുകൾ ആരും ഈ സമുദായത്തിലില്ലേ? ആരും എന്താണ് ചോദ്യം ചോദിക്കാത്തത്? ഇതിനകത്ത് ഏറ്റവും നിസ്സാരനായ ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായം പറയുന്നതിനപ്പുറത്ത് ഞാനൊരു ഫൈറ്റും നടത്തിയിട്ടില്ല. സുകുമാരൻ നായർക്കെതിരെ ഞാൻ ഒരു കേസും കൊടുത്തിട്ടില്ല.
കാരണം ഇത് അതാണ് താങ്കൾ ആദ്യം തുടങ്ങിയത് തന്നെ NSSനെതിരായിട്ട് എന്തിനാണ് കേസ് ഫയൽ ചെയ്തതെന്ന്. കേസ് ഞാൻ NSനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല, NSനെതിരെ സംസാരിച്ചിട്ടില്ല. ഞാൻ സുകുമാരൻ നായർക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായർ നേതൃത്വം കൊടുത്ത് ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ട് ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് വേറെ ഒരു കാര്യമാണ്. താങ്കൾക്ക് അത് വിശദമായി കേൾക്കേണ്ട ഒരു കാര്യമാണ്. താങ്കളിലൂടെ ലക്ഷക്കണക്കിന് നായന്മാർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. താങ്കൾ ചോദിച്ച വളരെ റിലവൻ്റായ ഒരു ചോദ്യമാണ്. ഒരു സമുദായം ഇത്രമാത്രം സ്വജനപക്ഷപാതമുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ മക്കളെയും ചെറുമക്കളെയും സഹിതം ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ളങ്ങളിൽ നിയമിച്ച് ഇഷ്ടമുള്ള ശമ്പളം കൊടുക്കുന്നൊരു സംവിധാനം വന്നപ്പോഴേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അഭിമാനമുള്ളവരാരും ഇതിനകത്തില്ലേ എന്ന് താങ്കൾ ചോദിച്ചാൽ വളരെ കറക്റ്റാണ്. അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഈ ചോദിച്ച ചോദ്യം ഈ സമുദായം ചോദിക്കുന്ന ചോദ്യമാണ്. എൻ്റെ ഒരു ചെറുപ്പ സമയത്ത് NSSൻ്റെ ഡയറക്ടർ ബോർഡ് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരമായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ തിരുവനന്തപുരത്ത് RP നായർ, ആറ്റിങ്ങിലേക്ക് വന്നാൽ ആറ്റിങ്ങൽ ജനാർദ്ദനൻ പിള്ള, കൊല്ലത്തേക്ക് വന്നാൽ പൊയിലക്കട ഗംഗാധരൻ പിള്ള, പത്തനംതിട്ട മക്കപ്പുഴ വാസുദേവൻ പിള്ള, തിരുവല്ലായിലെ ഉപേന്ദ്രനാഥ കുറുപ്പ്, ചങ്ങനാശ്ശേരിയിൽ മുൻ മന്ത്രി N ഭാസ്കരൻ നായർ, ആലപ്പുഴ മുൻ മന്ത്രി KP രാമചന്ദ്രൻ നായർ. ഇങ്ങനെ ഞാനങ്ങോട്ട് പറഞ്ഞു വന്നാൽ കുറേ സമയമെടുക്കും, അവരിലേക്ക് പോകുന്നില്ല. ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും താങ്കൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്. ആരാണെന്ന് ചോദിക്കും. ആരാണ് N ഭാസ്കരൻ നായർ ചോദിക്കില്ല, ആരാണ് ഉപേന്ദ്രനാഥ കുറുപ്പൻ ചോദിക്കില്ല. അവരൊക്കെ വന്നാൽ നമുക്ക് ഇരിക്കാൻ ഒക്കൂ. നമ്മളറിയാതെ ചാറ് എണീക്കത്തില്ലേ. അതാണ് NSSൻ്റെ. ഇന്ന് NSSൻ്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ആളുകൾ വരുമ്പോൾ, പലപ്പോഴും കല്യാണത്തിന് വരുമ്പോഴേ ചില ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വരുമ്പോഴേ ഈ വരുന്ന സ്ഥലത്തെ നായന്മാർ വന്നിട്ടുണ്ട്. ഇഷ്ടം ഇവന് വേറെ ഒരു പണിയില്ലേ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇവന് വേറെ ഒരു പണിയില്ലേ എന്ന്. NSSൻ്റെ പുനഃസഭാ മെമ്പർമാരോട് അല്ല, ഇത് തന്നെ ഒരു വലിയ പണിയില്ലേ. NSSൻ്റെ പുനഃസഭാ മെമ്പർമാരായിട്ട് വരുന്ന 299 ഇത് 300 പേരാണ് ആകെയുള്ളത്. സുകുമാരൻ നായർ ഒഴിച്ചു കഴിഞ്ഞാൽ 299 അടിമകളാണ്. അലിബാബായി 40 കള്ളന്മാരും എന്നാണ് പറയുന്നത്, 41 ഇല്ലല്ലോ. അപ്പോൾ ഈ 299 പേരിൽ ഒരുത്തനൊരു ചോദ്യം ചോദിക്കുന്നില്ല. അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം അവർക്ക് ഉച്ചയ്ക്കുള്ള ചോറുണ്ട്, നല്ല ഊണാണ്, അവിയൽ കിട്ടും, നല്ല ഒന്നാം തരം അവിയൽ വെച്ചേക്കാൻ പറയും, അത് വെക്കും. അമ്പലപ്പുഴ പാൽപ്പായസവും കിട്ടും. അതിനിടയിലാണ് ബജറ്റ് കൊടുക്കുന്നത്. അത് എന്തുവാണെന്നോ ഒരു അറിയത്തില്ല, അങ്ങാടിയാണെന്നോ പച്ചമരുന്നാണെന്നൊന്നും അറിയത്തില്ല. അതിനറിയാവുന്നവർ അങ്ങോട്ട് ചെല്ലത്തില്ല. ചുരുക്കം അറിയാവുന്നവരുണ്ട്, അവരൊന്നും ചോദിക്കത്തില്ല. ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു നഷ്ടപ്പെടുന്നത് അമ്പലപ്പുഴ പാൽപ്പായസവും അവിയലുമായിരിക്കും. ഇതല്ലേ നഷ്ടപ്പെടുന്നത്. ഒരുത്തനും ഒരു ചോദ്യം ചോദിക്കില്ല, അവിയലിൽ നിന്ന് നേമ്പകവും വിട്ടേച്ചങ്ങ് പോവും, അല്ല വേറെ കാര്യമില്ല. അവരോട് സഹതപിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ദൈനംദിനം ഇരുന്ന് 27 പേരുണ്ട് ഡയറക്ടർ മെമ്പർമാർ. അവർ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് കൂട്ടു നിൽക്കുകയല്ലേ. ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഈ കണക്കുള്ളവർ പരിശോധിക്കണ്ടേ, അവരിൽ അർപ്പിതമായി വിശ്വാസം നടത്തണ്ടേ. NSSൻ്റെ കൗൺസിലില്ലേ, അതാണ് പറയുക. NSS കൗൺസിലിൻ്റെ മെമ്പർ NSS വൈസ് പ്രസിഡൻറ്റ് അറിഞ്ഞിട്ടില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചേർത്തല കോളേജിലെ മണൽ വാരിക്കൊണ്ട് പോയത് താൻ അറിഞ്ഞില്ലെന്ന് അദ്ദേഹം രേഖാമൂലം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ എന്തിനാ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? അദ്ദേഹം വളരെ ഇന്ന് തന്നെ നമ്മുടെ ഒരു പൊതു സുഹൃത്തിനെ പറഞ്ഞപ്പോഴേ സംഗീത് കുമാറിനെ കുറിച്ച് അദ്ദേഹം വലിയ അഭിപ്രായമല്ലേ പറഞ്ഞത്. സംഗീത് ചേട്ടൻ വളരെ നല്ല ആളാണ്, അദ്ദേഹം ചെല്ലപ്പേരിൽ വിളിച്ചാൽ പറഞ്ഞത്, നല്ല ആളാണ്, അദ്ദേഹം നല്ല സമ്പന്നനാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഗീത് കുമാർ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയല്ല, എഴുതി തന്നിരിക്കുന്ന കാര്യം ഞാനീ പറയുന്നത്. അപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ഥാപനം, ഈ സംഘടന എങ്ങോട്ടാണ് പോകുന്നത്? സ്വജനപക്ഷപാതത്തിനെക്കുറിച്ച് ഇനി ഞാൻ എന്താ പറയേണ്ടത് താങ്കളോട്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.